ഹലോ, ഞാനിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ് കേട്ടോ വന്നത്. എറണാകുളത്തെ ഒരു മെയിൻ സ്പോട്ടാണിത്. നമുക്കിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ ഒരു പാലസിന്, അതായത് ഹിൽ പാലസിന് കുന്നിന്മേൽ കൊട്ടാരം എന്നൊരു പേരുണ്ട്. ഇത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 50 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഫസ്റ്റ് തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗാർഡൻ ഏരിയയാണ്. ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഈ ഒരു ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്. കൊച്ചി രാജാക്കന്മാർ ഇവിടെയായിരുന്നേ താമസിച്ചിരുന്നത്. പിന്നെ കൊച്ചി രാജകുടുംബം ഈ ഒരു പാലസ് കേരള സർക്കാരിന് കൈമാറി. പിന്നീട് ഇത് കേരള സർക്കാരിന്റെ പുരാവസ്തു മ്യൂസിയമായി മാറുകയും ചെയ്തു. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് മൂവി ഇല്ലേ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മണിച്ചിത്രത്താഴ് മൂവി, ഡ്രീംസ് മൂവി, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. 1865 ഈ ഒരു പാലസ് പണി കഴിപ്പിച്ചത്. ഓൾമോസ്റ്റ് ഒരു 54 ഏക്കറിൽ 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഒരു വലിയ കൊട്ടാരമാണ് കേട്ടോ ഇത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം, ഒരു വലിയൊരു സ്ഥലമാണ് ഇത്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് അതാണല്ലോ നോക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഈ അകത്തുള്ളൊരു കോമ്പൗണ്ടിൽ മിനി സൂ പോലെ മാനിനെ വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നടന്ന് അലഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് ബോറടിക്കുകയും ചെയ്യും, അവർ ഒത്തിരി ക്ഷീണമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതൊരു ബെസ്റ്റ് ഐഡിയ ആണേ. ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇവിടെ ഞാനൊരു 2-3 തവണ വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. എനിക്ക് മണിച്ചിത്രത്താഴ് മൂവി മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം. നല്ല പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സോ എല്ലാവരും ഇവിടെ വരിക, ഇവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുക.